മൊബൈലിൽ കാണുന്ന അതേ രീതിയിൽ ഞാൻ നിൽക്കാത്തതിന്റെ ഒരു മക്കൾക്കും ഈ അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് ആദ്യം തന്നെ പറയാം. തിരുവനന്തപുരം കിളിമാനൂർ പള്ളിക്കലാണ് ഈ സംഭവം നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്കല്ലാതെ ഈ 10ാം ക്ലാസ്സുകാരികളായ 2 കുട്ടികളുടെ ഭാവി രക്ഷിച്ചെടുക്കാൻ കഴിയില്ല. 2 മക്കളെയും ചേർത്ത് പിടിച്ച് ഒരു അമ്മ ജനങ്ങളോട് പറഞ്ഞത് അവരുടെ മാനം രക്ഷിക്കാൻ വേണ്ടിയാണ്. നാട്ടുകാരനോ അയൽവാസിയോ കുറിച്ചല്ല ഈ ഉമ്മ വേദനയോട് കൂടി പറയുന്നത്, തൻ്റെ സ്വന്തം ഭർത്താവിനെ കുറിച്ച് തന്നെ. അച്ഛനെക്കുറിച്ച് മക്കൾ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സ് നിറയെ ദുഃഖം പകരാൻ ആ വാക്കുകൾ മതിയാകും. ഒരച്ഛനും ഒരു മകളെ തൊട്ടുപിടിക്കാൻ പറ്റാത്ത സ്ഥലത്താണ് ഈ അച്ഛൻ നിരന്തരമായി ഈ മക്കളെ പിടിക്കുന്നതെന്ന് തൻ്റെ രക്തത്തിൽ പിറന്ന സ്വന്തം മക്കൾ തന്നെ സമൂഹത്തോട് പറയുമ്പോൾ എത്രയേറെ അധംപതിച്ച ഒരു അച്ഛനായിരിക്കണം ഇയാൾ. കൂടാതെ മദ്യം കഷായമാണെന്ന് പറഞ്ഞ് നൽകി ഇവരെ വഴിക്ക് വരുത്താനും ഇയാൾ അനേകം ശ്രമിച്ചിരിക്കുന്നു. ഇയാൾക്ക് ഭാര്യയെയും മക്കളെയും തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലേക്ക് ഇയാൾ മദ്യലഹരിക്ക് അടിമയാണെന്നാണ് പറയുന്നത്. നിരന്തരം പോൺ വീഡിയോകൾ കാണിച്ചു കൊടുത്ത് അതിലുള്ള ശൈലിയിൽ വഴങ്ങി നിൽക്കാൻ ഈ ഭാര്യയോട് ഇയാൾ നിരന്തരം പറയുകയും ഇത് തന്നെ ടിവിയിലും മറ്റും കാണിച്ച് അതുപോലെ അനുസരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതെനിക്കാകില്ല എന്ന് പറഞ്ഞ് ഭർത്താവിൽ നിന്ന് അകന്ന് ജീവിക്കേണ്ടി വന്ന ഒരു അമ്മയുടെ വേദന അതാണ് ഈ സഹോദരി പറയുന്നത്. ഇപ്പോൾ താമസിക്കുന്ന വാടക വീട്ടിലേക്കും അച്ഛൻ രാത്രി വരുമെന്നും ജനവാതിലിലൂടെ തങ്ങൾ ഉറങ്ങുന്നത് നോക്കുമെന്നും സ്കൂളിലേക്ക് പോകാൻ കഴിയാത്തതും അച്ഛൻ ഉപദ്രവിക്കും എന്നുള്ള ഭയത്താലാണെന്നുമാണ് ഈ 10ാം ക്ലാസ്സുകാരികളായ 2 പെൺകുട്ടികൾ പറഞ്ഞത്. സാധാരണ അച്ഛൻ മക്കളെ കെട്ടിപ്പിടിക്കും പോലല്ല അയാൾ കെട്ടിപ്പിടിക്കുന്നത്. അയാൾ ഞങ്ങളുടെ ശരീരത്തിലെ പല ഭാഗങ്ങളിൽ പിടിക്കുകയും ചെയ്യും എന്നെല്ലാം വെട്ടിത്തുറന്ന് സമൂഹത്തോട് പറഞ്ഞ ഈ പെൺകുട്ടികളെയും ഈ കുടുംബത്തെയും ഇത്തരം ദുരിതങ്ങളിൽ നിന്ന് ഇവരെ സംരക്ഷിച്ചെടുക്കണമെങ്കിൽ അതിന് ജനങ്ങളുടെ സഹായം തന്നെ അത്യാവശ്യമായി ഇവർക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ വിവരങ്ങൾ കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷനിലോ നിങ്ങൾക്ക് കണ്ടെത്താം. സഹായിക്കണം ഇവരെ, അതല്ലെങ്കിൽ ആ പിഞ്ചുമക്കൾ നശിപ്പിക്കപ്പെട്ടേക്കാം. മൊബൈലിൽ കാണുന്ന അതേ രീതിയിൽ ഞാൻ നിൽക്കാത്തതിന്റെ പേരിൽ ഒരുപാട് എന്നെ ഉപദ്രവിച്ച് അതേ രീതിയിൽ ഞാൻ നിൽക്കാത്തതിന് ഞാൻ കരഞ്ഞിട്ടുണ്ട് അയാളെ മുമ്പിൽ. ഞാൻ TV-യിൽ അതെന്നെ കാണിച്ച് ഞാൻ പറഞ്ഞു എനിക്കിതൊന്നും എനിക്ക് കാണണ്ട, ഇതുപോലെ നിങ്ങളടുത്ത് കഴിയാൻ എനിക്ക് ഒക്കില്ല. അന്ന് എന്നെ അടിച്ച് എൻ്റെ തല അടിച്ച് പൊട്ടിച്ച് പാരിപ്പള്ളി ആശുപത്രി കൊണ്ടുപോയി തല തയ്യലിടാൻ പോയപ്പോഴത്തേന് എൻ്റെ അമ്മാവി എൻ്റെ അടുത്ത് പറഞ്ഞു, മക്കളെ നീ ആശുപത്രിയിൽ ചെന്നാൽ ഇവ ഉപദ്രവിച്ചെന്ന് പറയരുത്, അത് കേസിൻ്റെ വഴിക്ക് പോകും. അപ്പോഴെൻ്റെ ഭർത്താവ് പറഞ്ഞതാ, നീ കേസ് കൊടുത്താൽ നിന്നെ തൂക്കാനുള്ള വഴി എനിക്കറിയാം. നിവർത്തിയായിട്ട് ഞാൻ ഈ മീഡിയക്കാരുടെ മുമ്പിൽ ഞാൻ ഇത് അവതരിപ്പിക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ ഒരു മദ്യപാനി സംശയരോഗി അയാൾ ആ മനസ്സിലുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളടുത്ത് പെരുമാറുമെന്ന് എനിക്ക് ഉദ്ദേശമുണ്ട്. 2 പെൺകുട്ടികൾ. എത്ര വയസ്സായി ചേച്ചി മക്കൾക്ക്? 16, 15. ഇത് വാടക വീടാണ്. ഇത് വാടക വീട്. പുറത്തോട്ട് ഇറങ്ങി പോവാൻ എനിക്ക് കാട്ടിനിടയ്ക്ക് ഒരു വാടക വീട് എടുക്കാൻ കാരണം പേടിച്ചാണ് ഞാൻ ഇവിടെ വന്ന് ജീവിക്കുന്നത്. എന്നിട്ട് ഇതാ ഇവിടെയും വന്ന് ഈ കാട്ടിനിടയ്ക്ക്. ഇതിനു മുമ്പ് നിങ്ങൾ വാടക വീട്ടിലായിരുന്നോ? ഒരുപാട് വീട് ഞാൻ മാറി. ഇയാളെ പേടിച്ച് പഠിക്കുന്ന മോള് 2 10ലാണ് പഠിക്കുന്നത്. അപ്പൊ അമ്മ പറഞ്ഞു 2 SSLC പരീക്ഷ എഴുതിയിട്ടില്ലെന്ന്. എന്താ കാര്യം? അത് അച്ഛൻ വഴിക്കൊക്കെ വെച്ച് അടിക്കാനൊക്കെ വരും. അങ്ങനെ പേടിച്ചാണ് ക്ലാസ്സിൽ പോലും പോകാൻ പറ്റാതെ ഹാജരൊക്കെ കുറഞ്ഞത്. അങ്ങനെ അച്ഛനെ പേടിച്ചായിരുന്നു വീട്ടിൽ നിന്നത്. അച്ഛനെ പേടിച്ച് പരീക്ഷ എഴുതിയില്ലേ? ഇല്ല.